ഞാൻ അലിമാണിക്കത്താണ്. അപ്പൊ നമ്മൾ ഇല്ലതേടാ മഹബൂലയില് എന്തിനു വന്നെന്നറിയാലോ, നമ്മളെ പുതിയ സാബിക്കാസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് ദുബൈയിൽ നിന്ന് 2 നല്ല അടിപൊളി ഗസ്റ്റ് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന 2 വ്യക്തികള്. നിങ്ങൾക്ക് ആരെന്ന് പറയേണ്ട ആവശ്യമില്ല. കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇവര് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ 2 ആൾക്കാർ വന്ന ആളുകളെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മുന്തിർ, പപ്പൻ. ഇതാ എന്താ പറയല്ലേ നിങ്ങൾക്ക്, ഞങ്ങളെ കുവൈത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് കുവൈത്തിൽ വന്ന ആളാണ്. ഒന്നും പറയല്ല, പടച്ചോനോട് സ്തുതി. കാരണം നിങ്ങളും നമ്മളൊക്കെ ഇതുപോലെ ഈ ഒരു സാധനത്തിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയവരാണ്. നിങ്ങളെ കാണാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന പടച്ചോനും അതുപോലെ തന്നെ സാബിർ ഖാസ്, അതിന്റെ മാനേജ്മെന്റ്, സ്പെഷ്യലി സാബിർ ഖാൻ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്നതാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ജനങ്ങളിലേക്ക് നന്നായിട്ട് ഫലിക്കും എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, സന്തോഷം. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരിക്കലും പ്രതീക്ഷയില്ല കുവൈത്തിൽ ഇത്ര ആളുകളൊക്കെ ഉണ്ടാവും. ഞങ്ങളോട് വന്ന മാക്സിമം കമന്റുകളും നിങ്ങൾ കുവൈത്തിൽ വരേണ്ടത് ഞങ്ങൾക്ക് എന്താ, അല്ലെങ്കിൽ ഇവിടെ ആരും കാണാൻ വരില്ല എന്നൊക്കെ. ഇത്ര ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. കുവൈത്തിൽ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് വരികയാണ്, പ്രത്യേകിച്ച് 2 പേരും ഒരുമിച്ച് വരുമ്പോ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഇത്രത്തോളം ആളുകളെ നിങ്ങളൊക്കെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആളുകളല്ലേ. അപ്പൊ ഒരുമിച്ച് കണ്ടില്ല, ഭയങ്കര മുന്തിരില്ലെങ്കിൽ പപ്പനില്ല മുന്തിരില്ല. അപ്പൊ രണ്ടും കൂടി ഞങ്ങളെ കുവൈത്തുകാർക്കുള്ള ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തെന്നറിയോ, ഞങ്ങള് അതിഥികളെ നന്നായി സ്വീകരിക്കുന്ന ആളുകളാണ്. അതില് ഞങ്ങൾക്ക് ഇനി ഞങ്ങളൊരു സമയം നാളെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു വരാം. പക്ഷെ മറ്റന്നാൾ അവർ ഇവിടെ വന്നാൽ അവര് ഞങ്ങളുടെ അതിഥികളാണ്. അതിൽ യാതൊരു സംശയവും അല്ല. നമ്മളെ റമ്മിത്ത കുവൈത്തിന്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയും. ഇൻഫ്ലുവൻസർ എന്നൊന്നും പറയാനൊന്നുമില്ല. സംഗതി ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ഇവര് വന്നതിൽ വളരെ അധികം സന്തോഷവും കണ്ടതിലും ഇങ്ങനെ ഒരു അവസരം തന്ന സാബിർക്കാർക്കും മാനേജ്മെന്റിനും നന്ദി പറയുന്നു. എല്ലാത്തിനും മൊത്തത്തിൽ ഞാൻ നന്ദി പറയുന്നു. റമ്മിത്താന്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് മുന്തിർബായും പപ്പനെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തറിയോ, എല്ലാവരോടും നല്ല സൗഹാർദ്ദപരമായിട്ട് എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും ആ പ്രോഗ്രാമിനെ ആര് ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും നല്ല വൻ വിജയമാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ആത്മാർത്ഥതയിൽ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് റമ്മിത്ത. അതും കൂടി നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ റമ്മിത്ത ഏത് പ്രോഗ്രാമിലും അത് റമ്മിത്തക്ക് ഒരു ബിഗ് കയ്യടി കൊടുക്കണം. കാരണം എന്താ പറയുക, നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ജാടിയോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മുടെ കൂടെ കൂടിയിട്ട് നല്ല ഒരു ഒന്നിച്ച് ഇതാക്കുന്ന ആളാണ്. അതായത് ഇതേപോലെ നമ്മളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, ഇവരുടെ ഹസ്ബൻഡിനാണ് ഫസ്റ്റ് നമ്മൾ താങ്ക്സ് പറയണ്ടത്. ഹസ്ബൻഡ് സമ്മതിച്ചിട്ടില്ല അല്ലെ, അപ്പൊ ഇവരെ ഹസ്ബൻഡിനോടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം ഇവരൊരു വീട്ടമ്മയാണ്. ഈ വീട്ടമ്മ തീർച്ചയായിട്ടും അവരോടാണ് നന്ദി പറയുന്നത്. ഫാമിലിയോടാണ് സപ്പോർട്ട്. നല്ലൊരു സപ്പോർട്ടാണ് റമ്മിത്താക്കുള്ളത്. കാരണം ഏത് പ്രോഗ്രാമിന് പങ്കെടുക്കാനും നല്ലൊരു ഫ്രീഡത്തിൽ കൂടി വിടുകയാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി, താങ്ക്സ്.